ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതാ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമുണ്ട്. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യമായി ഇതാ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചേരുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. അദ്ദേഹം പോലീസ് സേനയുടെ സല്യൂട്ട് സ്വീകരിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ യോഗം അധികം വൈകാതെ തന്നെ ആരംഭിക്കും. സംസ്ഥാനത്തെ ക്രമസമാധാന നില, ലഹരി വ്യാപനം, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ, ഗുണ്ടാവിളയാട്ടം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, അതിൽ ഇനി നടപടി ഏത് രീതിയിൽ സ്വീകരിക്കണം, എത്രത്തോളം കർശനമാക്കേണ്ടതുണ്ട് നടപടികൾ എന്നതൊക്കെ സംബന്ധിച്ചുള്ള ചില നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ കൈക്കൊള്ളുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സിജോ, ആഭ്യന്തരമന്ത്രി പോലീസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഉന്നതതല യോഗം അധികം വേഗാതെ ആരംഭിക്കും. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ടാണ് രമേശ് ചെന്നിത്തല പോലീസ് ആസ്ഥാനത്ത് എത്തുന്നത്. ഇതിന് മുന്നോടിയായി തന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും അല്പസമയത്ത് തന്നെ ആരംഭിക്കുകയും ചെയ്യും. പ്രധാനമായും ഇപ്പോഴത്തെ ക്രമസമാധാന നില ചർച്ച ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ലഹരി വിരുദ്ധ പരിപാടികൾ അതിനൊരു പദ്ധതി തയ്യാറാക്കുക എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ സർക്കാരിന്റെ ഒരു മെസ്സേജ് പോലീസിന് കൈമാറുക എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട്. അതായത് പോലീസ് എത്തരത്തിലായിരിക്കണം ജനങ്ങളോട് പെരുമാറേണ്ടത്. നേരത്തെ മുൻ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള പോലീസിന് ആക്രമിക്കുന്ന സംഭവങ്ങൾ, അത്തരം കാര്യങ്ങളിലോട്ടൊന്നും പോലീസ് പോകരുത്. നിയമപരമായി തന്നെ പ്രവർത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ രമേശ് ചെന്നിത്തല പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വഴിവെക്കാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ മികച്ച രീതിയിലുള്ള പോലീസ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പുള്ളത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇപ്പോൾ യോഗം ആരംഭിക്കാൻ പോവുകയാണോ? SP റാങ്ക് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാണോ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്? SP റാങ്ക് പോലുള്ള ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ യോഗത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പോലീസ് ആസ്ഥാനത്തെ 4ാം നിലയിലേക്ക് കയറുന്നിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും എത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം, പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആരംഭിക്കാൻ പോവുകയാണ്.